നമ്മളുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഓക്കെയാണ്. എന്നോട് പറഞ്ഞ ഡ്യൂട്ടി ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. റോഡ് മുഴുവൻ നിന്റെ ഫോട്ടോയും നമ്മുടെ ചിഹ്നം തേങ്ങയാണ്. ആ അംബിക ചേച്ചിയുടെ പോലത്തെ വീട്ടിലേക്ക് ഇനി എന്നെ വിളിക്കരുത് കേട്ടോ. എൻ്റെ പൊന്നെ, ഞാനേ തെങ്ങേറ്റം വരെ പഠിച്ചു. ചെയ്ത പ്രവർത്തനം മാത്രം പോരാട്ടോ, ഇപ്പോഴത്തെ ട്രെൻഡ് സോഷ്യൽ മീഡിയ. അതെ അതെ, സോഷ്യൽ മീഡിയയിൽ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണം. വെറൈറ്റി ആയിട്ട് ഇപ്പം എന്താ ചെയ്യുക? സാധാരണ ഇപ്പം എല്ലാവരും ചെയ്യാൻ പോണതും ചെയ്ത കാര്യങ്ങളും വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടിരുന്നു, സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്കതൊന്ന് മാറ്റി പിടിക്കണം. എങ്ങനെ? അതായത് മറ്റുള്ളവർ എന്നെക്കുറിച്ച് നല്ലത് പറയണത് വീഡിയോ എടുത്ത് നമുക്കത് പുറത്തിറക്കണം. ആരെക്കുറിച്ച്? ഓ, അതിനാളെ കിട്ടാൻ ബുദ്ധിമുട്ടാടാ. അല്ല, നമുക്കത് വേറെ പഞ്ചായത്തിൽ നിന്ന് ഒരാളെ മതിയെന്ന് നമുക്ക് പെട്ടെന്ന് ശരിയാക്കാം. പക്ഷെ ഇവിടുത്തെ ആൾക്കാരെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് കറക്റ്റാ. അതെ, കുറച്ച് പൈസയും ഒരു ചെറുത് റെഡിയാക്കാണെന്ന് തോന്നിയിട്ടില്ല, നമുക്ക് ആളെ ശരിയാക്കാം. എന്തെങ്കിലും ആവട്ടെ, എന്നാലും കുഴപ്പമില്ല, എന്നാലും ഇറങ്ങിയില്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പീയൂഷിനെ വിളിക്കാം. അവനാണെങ്കിൽ എന്ത് നുണയും പറഞ്ഞോളൂ. അത് ശരിയാ, അയാള് കറക്റ്റ്. അതിന് വെറുതെ ഇങ്ങനെ സംസാരിച്ചാൽ മതി. അനിലിനെ കുറിച്ച് പൊക്കി പറയണം അല്ലേ? നല്ല നല്ല കാര്യങ്ങൾ മാത്രം. അത് ക്യാമറയിലേക്ക് നോക്കി അതിലേക്ക് നോക്കി തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. അതെ സുഹൃത്തുക്കളെ, നമ്മുടെ അനിൽ എന്ന ചെറുപ്പക്കാരനെ ഈ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി അനിലിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി തേങ്ങയാകുന്ന അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമേ എന്ന് പൊക്കി പറയണം. അതെ, നമ്മുടെ അനിൽ അദ്ദേഹം ഇവിടെ നല്ല നല്ല വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടുത്തെ സ്കൂള്, റോഡ്, മറ്റേ ടാറിങ്, പഞ്ചായത്തിൻ്റെ വെയിറ്റ് ഷെഡ്, പാലം, ആ പാലം, ആ റോഡ്, ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ അനിലിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. അനിൽ എന്ന ചെറുപ്പക്കാരൻ നമ്മുടെ നാടിൻ്റെ മുത്താണ്, പൊന്നാണ്, ഓമന കുട്ടനാണ്. അദ്ദേഹത്തിന് തേങ്ങയാകുന്ന ചിഹ്നത്തിൽ വിലയേറിയ വോട്ട് നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എന്ന് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. സുഹൃത്തുക്കളെ, അനിലിനെ വീണ്ടും പൊക്കി പറയുന്നു. അനിലാണ് നമ്മുടെ മുത്ത്, അനിലാണ് നമ്മുടെ നാടിന്റെ മുത്ത്. സ്കൂളിനെ കുറിച്ചും മറ്റേ വെയിറ്റിംഗ് ഷെഡും പാലത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലേ. എന്റെ പൊന്നെ, എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ നുണ ഞാൻ പറഞ്ഞിട്ടില്ല. ആ കാശും എടുത്ത് പള്ളിയിൽ പോയി കുമ്പസാരിച്ചിട്ട് എനിക്ക് 2 എണ്ണം അടിക്കാനായിട്ട് പൈസ എടുത്ത് കാശ് കൊടുത്തേക്ക്. എൻ്റെ ഓ എന്റെ പൊന്നെ, എന്തായി പ്രവർത്തനങ്ങളൊക്കെ? ചേട്ടൻ രക്ഷപ്പെട്ടില്ല അല്ലേ? ചേട്ടൻ്റെ പത്രിക എല്ലാവരും ഇപ്പൊ ഞാനാണ് ആ ഭാരം ചുമക്കണത്. എന്നോട് ഇനി ഉടായ്പ് വേണ്ടല്ലേ, എല്ലാം ഞാൻ അറിഞ്ഞു. പിന്നെ എനിക്കിതിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു ദേഷ്യമില്ല ചേട്ടാ. അതെ, വോട്ട് എനിക്ക് കേട്ടോ. വോട്ട് ഞാൻ ചെയ്യാം, പക്ഷെ അനിലിനെ വോട്ട് ചെയ്തതിൽ എനിക്കെന്താ ഗുണം? പൈസയാണോ? അത് ചേട്ടാ, നന്ദിനി പറയണ്ട, അനിൽ പറയട്ടെ. ഓരോരുത്തരുടെയും ആശങ്കകളും ആവശ്യങ്ങളും ഞാൻ പഞ്ചായത്തിൽ അവതരിപ്പിക്കും. സമത്വം ഞാൻ ഉറപ്പാക്കും. അതേപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്തും. ഒരു 5 പൈസ അഴിമതി ഇല്ലാതെ ഈ നാടിൻ്റെ വികസനത്തിൽ ഞാൻ മുന്നിലുണ്ടാവും. ഇതൊക്കെ നടക്കണ കാര്യമാണോ? ശ്രമിച്ചു നോക്കാം ചേട്ടാ. എന്നാ ശരി, ഓക്കെ. ഓക്കേട്ടാ. അംബിക ചേച്ചി എൻ്റെ പെങ്ങളാട്ടാ. ഏത് അംബികാമണി? അംബികാമണി. അതല്ലേ, ഞങ്ങൾ പോയിണ്ടായിരുന്നു അവിടെ. അതല്ലേ, ശരി, ഓക്കെ. അപ്പൊ പുള്ളി നമുക്കിട്ട് പണിതാണല്ലേ. വീട് നീ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലേ? എന്തേ? ഈ ഡയലോഗ് അതെല്ലാം ഇങ്ങനെ കാണാതെ പഠിക്കണമെങ്കിൽ ചെറിയ പണിയല്ലല്ലോ. എന്തായാലും ഇറങ്ങിപ്പോയില്ലേ, പഠിച്ചേ പറ്റൂ. അനില്, ഒരാളിപ്പം തന്നെ കാണാൻ വരും കേട്ടോ. ആരാ? നമ്മളെ ആ കോറിയും കമ്പനിയൊക്കെയുള്ള സൈമൺ. സൈമൺ. പിന്നെ കുറച്ച് ഫണ്ട് തടയില്ല. മറ്റേ എല്ലാം വരട്ടെ, ഫണ്ട് വേണമല്ലോ. നല്ല വർക്ക് അങ്ങനെ ഉഷാറായിട്ട് വേണം.
വർക്കൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല. ഉഷാറായിട്ട് പോകും. ഒന്നും വന്നതല്ലേ. നല്ല തൽക്കാലം തിരിക്കട്ടെ. താങ്ക് യു. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും. നമ്മുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ കാര്യങ്ങളൊക്കെ. ഇത് പിന്നെ പറയണോ, കൂടെ ഉണ്ടാവും എന്ത് കാര്യത്തിനും. ഓക്കെ. ഓക്കെ. ഈ ഫ്ലെക്സിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യും. പിന്നെ എന്തെങ്കിലും പോരായി ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി പറഞ്ഞിട്ടുണ്ട്. എടാ നീ എല്ലാ ഉടായ്പും ചെയ്യണ്ട്, എന്നിട്ട് നീ തോൽക്കോ? പൗലോ കൊയ്ലോയുടെ ദി ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞ നോവലുണ്ട്. അതിൽ പറഞ്ഞേക്കുന്ന ഒരു വാചകമുണ്ട്, നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തിനെ പിന്തുടരുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ വെക്കുന്നു. അതൊക്കെ ശരി തന്നെ. ഇത് വല്ലതും നടക്കുമോ? ഞാൻ പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, അതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്ന് കരുതി നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ കിട്ടുന്നതൊക്കെ നമുക്ക് ബോണസാണ്. ഇതും എല്ലാം അതാ.